നമുക്ക് ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുകൂടി സംസാരിച്ചാൽ മൂന്നാം തവണയും BJP നേതൃത്വത്തിലുള്ള സർക്കാരാണ്. കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി എന്ന പ്ലാറ്റ്ഫോമിൽ ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടപ്പോൾ 232 സീറ്റുകൾ ആ മുന്നണിക്ക് ആകെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ പാർട്ടിയുടെ സ്വതന്ത്ര ശക്തി വളർത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അങ്ങ് പറയുകയുണ്ടായി. മുന്നണി എന്നുള്ള നിലയിലുള്ള കൊഹഷൻ എന്നുള്ളത് CPM-ന് ഒരു പ്രശ്നമായി തോന്നുന്നില്ലേ, അല്ലെങ്കിൽ അതൊരു അത്യാവശ്യമുള്ള കാര്യമായി തോന്നുന്നില്ലേ? ഇതിൽ ഒന്ന് CPIM-ന് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ CPIM-ന്റെ വ്യക്തമായ കാഴ്ചപ്പാട് എല്ലാവർക്കും സ്വീകാര്യമായി കൊള്ളണമെന്നില്ല. കാര്യം ഒരു പാർട്ടിക്കും ആ പാർട്ടിയുടെ കാഴ്ചപ്പാട് മറ്റെല്ലാവരും സ്വീകരിച്ചു കൊള്ളണമെന്ന് ആജ്ഞാപിക്കാൻ കഴിയില്ല. ആജ്ഞാപിക്കാം, പക്ഷേ നടപ്പായിക്കൊള്ളണമെന്നില്ല. ഇതാണ് ആദ്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് BJP-യെയും അവരുടെ കൂട്ടുകെട്ടിനെയും തോൽപ്പിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് കൂട്ടായൊരു രാഷ്ട്രീയ സമരവേദി വികസിപ്പിച്ചെടുക്കണം എന്നത് ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് CPIM-ആണ്. ആ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്തിട്ടുള്ള കാര്യം, ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങൾ ഉന്നയിക്കുന്നതാണ് ഈ BJP അധികാരത്തിൽ നിന്ന് മാറ്റാൻ എന്താണ് നമ്മൾ കൂടുതൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാത്തതെന്നുള്ള ചോദ്യം വരും. അപ്പോൾ നമ്മൾ പറയും ഇതാണ് യാഥാർത്ഥ്യം. ആ കാര്യത്തിലൊരു ആശയ വ്യക്തതയുണ്ട്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ആശയ വ്യക്തതയിലേക്കാണ് ഞാൻ വരുന്നത്. ഈ മധുരയിലെ MP ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച CPM-ന്റെ MP ആണ്. ഇപ്പോൾ അമ്ര റാം സിക്കറിൽ നിന്ന് ജയിച്ചത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. പക്ഷേ കേരളത്തിൽ അത് സാധിക്കില്ല. ഓക്കെ, പക്ഷേ കേരള വിഷയങ്ങൾ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം ഒറ്റ ഒരു മുന്നണിയായി അല്ലെങ്കിൽ ഒറ്റ ഒരു ഗോളിനായി പ്രവർത്തിക്കുന്നതിന് തടസ്സമാവാറുണ്ടോ CPM-നെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ? ഇല്ല, ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ എങ്ങനെ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കണം എന്നതോ BJP എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമെന്നതോ ഒന്നും ഒരു ആശയക്കുഴപ്പമേ അല്ല. അവിടെ ഒന്ന് ഞാൻ കൂട്ടിച്ചേർക്കാം. BJP എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് പലരും ചർച്ച ചെയ്യുന്നതെങ്കിൽ CPM-ന്റെ ചർച്ച അവിടെ നിൽക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് പോകുന്നത് എന്താ? നരേന്ദ്രമോദിയെയും BJP-യെയും കേന്ദ്രത്തിൽ തോൽപ്പിച്ചാലും മതനിരപേക്ഷ സമൂഹം മുന്നോട്ട് വെക്കേണ്ട ചുമതല അവസാനിക്കുന്നില്ല. കാരണം BJP ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഓരോ കോശത്തിലും അതിൻ്റെ വിഷലിപ്തമായ ആശയങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഹിന്ദുത്വ വർഗീയത കൾച്ചറൽ നാഷണലിസം എന്ന പേരിലാണ്. സാംസ്കാരിക ദേശീയത എന്ന വർണ്ണവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഏറ്റവും അപകടകരമായ ആശയങ്ങൾ ഇപ്പോൾ RSS ഇന്ത്യൻ സമൂഹത്തിൻ്റെ സെല്ലുകളിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ദൗർഭാഗ്യവശാൽ ഇതിനെതിരായി സമരം ചെയ്യേണ്ട കോൺഗ്രസ് പാർട്ടി ഇത് വേണ്ട പോലെ കാണുന്നില്ല എന്നുള്ള വിമർശനം ഞങ്ങൾക്കുണ്ട്. അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഈ മുന്നണി ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അതിനുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ രാഹുൽ ഗാന്ധി RSS-ന്റെ ഹിന്ദു രാഷ്ട്രത്തെ ഞങ്ങൾ എതിർക്കുന്നു, അതിനെതിരെ പൊരുതുന്ന ഞങ്ങൾ എന്തിനു വേണ്ടി നിൽക്കുന്നു? ഞങ്ങൾ ഹിന്ദു രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു. എന്തൊരു വലിയ രാഷ്ട്രീയമായ പിന്നെ ദൂരക്കാഴ്ചയില്ലായ്മയാണ്. രാഹുൽ ഗാന്ധി ഹിന്ദുത്വ ഐഡിയോളജിക്കെതിരെ നന്നായി ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ എടുത്ത് പോരാടുന്ന നേതാവല്ലേ? ഞാൻ പറയുന്നത് കേരളത്തിലെ കണ്ണട മാറ്റിവെച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധി ആന്റി ഫാഷിസ്റ്റാണ്, ആന്റി RSS ആണ്, ആന്റി സംഘാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ ആ അനുഭവമുള്ള ആളുകളോട് വളരെ ക്രിട്ടിക്കലായ സമീപനം സ്വീകരിക്കുന്ന ആളുമാണ്. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ കാഴ്ച വെച്ച് നമ്മൾ കേരളത്തിലെ കണ്ണടയിലൂടെ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കാണണോ? ജനറൽ സെക്രട്ടറിക്ക് അതൊരു പരിമിതിയാവില്ലേ? കേരളത്തിലെ പിന്നെ കോൺഗ്രസ് നേതാവല്ലേ പറഞ്ഞത് വർഗീയതയ്ക്കെതിരായിട്ട് നല്ല പോരാട്ടം നടത്തുന്നു എന്ന് താങ്കൾ ഒരു അംഗീകാരം കൊടുത്ത രാഹുൽ ഗാന്ധി ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പോയി പറഞ്ഞതാണ് RSSകാർ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഞങ്ങൾ ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാടാവുന്നത്? അതാണ് പലരും RSS-ന്റെ തീവ്ര വർഗീയതയെ എതിർക്കുന്നു രാഹുൽ ഗാന്ധിയെങ്കിലും ആ തീവ്ര വർഗീയതയെ എതിർക്കാൻ മൃദുവർഗീയതയെ ആശ്രയിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലെല്ലാം കത്തയച്ചപ്പോൾ CPIM തീരുമാനിച്ചു ഇത് മതപരമായ ചടങ്ങാണ്, പള്ളിയുടെ ഉദ്ഘാടനമായാലും മസ്ജിദിൻ്റെ ഉദ്ഘാടനമാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണെങ്കിലും സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനോ ശിലാസ്ഥാപനത്തിനോ അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ക്ഷണം കിട്ടിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എടുത്ത സമീപനമുണ്ട്. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൻ്റെ മകൻ ഇന്ന് കോൺഗ്രസിനെ നയിക്കുമ്പോൾ നെഹ്റു പോയില്ല. എപ്പോഴാണ് തീരുമാനമെടുത്തത്?
CPIM തീരുമാനമെടുത്തിട്ട് ഞങ്ങൾ ആലോചിക്കും. പോട്ടെ, അത്തരം ഈ വിമർശനപരമായി കാണേണ്ട അധികം കാര്യങ്ങളിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ നമ്മൾ ചോദിച്ചത് BJPയെ തോൽപ്പിക്കാനുള്ള മുന്നണി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് CPIMന്റെ നിലപാട്. അത് സംബന്ധിച്ച് CPIMന്റെ നിലപാട് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു വേദി BJP ഒറ്റപ്പെടുത്താനും തോൽപ്പിക്കാനും വികസിപ്പിച്ചെടുക്കണമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി മുതൽ സീതാറാം യെച്ചൂരി വരെയുള്ളവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ആവർത്തി ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങൾ. അതോടൊപ്പം അവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ച പല കാര്യങ്ങളും കോൺഗ്രസ് മുൻകൈയിൽ നടപ്പാക്കേണ്ട കാര്യമായിരുന്നു. ഭോപ്പാലിൽ ആദ്യമായി ഈ ഇന്ത്യ വേദിയുടെ എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ ബഹുജന സംഗമം സംഘടിപ്പിക്കണമെന്നുള്ള തീരുമാനം ശ്രീ രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്ത് തീരുമാനിച്ചതാണ്. പക്ഷേ ഭോപ്പാലിൽ സംഘടിപ്പിക്കാനുള്ള പ്രാദേശിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ശ്രീ കമൽനാഥ് എന്തു പറഞ്ഞു എന്ന് എൻ്റെ മാന്യ സുഹൃത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി.